ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം തിലാപ്പിയ ഫിഷ് ഫാമിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫിഷ് ഫാമിങ്ങിനെ സംബന്ധിച്ച ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോകത്തിലെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു മത്സ്യമാണ് തിലാപ്പിയ. സാധാരണയായി കുളങ്ങളിൽ തിലാപ്പിയ വളർത്തുമ്പോൾ പല പ്രശ്നങ്ങളും നേരിടാറുണ്ട്. അതായത് മത്സ്യങ്ങൾ പെറ്റുപെരുകുന്നു, കുളത്തിൽ ഡെൻസിറ്റി കൂടി ഓക്സിജൻ കുറയുന്നു, പല വലിപ്പത്തിലുള്ള മത്സ്യങ്ങൾ കുളങ്ങളിൽ ഉണ്ടാവുന്നു എന്നിവയാണ് അവ. ആൺ മത്സ്യങ്ങളെ മാത്രമായി വളർത്തുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഗിഫ്റ്റ് തിലാപ്പിയയുടെ കടന്നുവരവോടെ തിലാപ്പിയ മത്സ്യകൃഷിയിലേക്ക് കടന്നു വരുന്നവർ ഒരുപാടാണ്. നിങ്ങൾ ഗിഫ്റ്റ് തിലാപ്പിയ കൃഷി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ മോണോസെക്സ് തിലാപ്പിയ എങ്ങനെ കൃഷി ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. MST ഫിഷ് കൾട്ടിവേഷനിൽ കുളത്തിൽ ആൺ മത്സ്യങ്ങൾ മാത്രമേ ഉണ്ടാവൂ. MSTക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. MST എന്നാൽ മോണോസെക്സ് തിലാപ്പിയ. അതിൻ്റേതായ ഗുണങ്ങൾ എന്നാൽ ഉയർന്ന രോഗപ്രതിരോധ ശേഷി, പ്രതികൂലമായ കാലാവസ്ഥയിലും അതിജീവിക്കാനുള്ള കഴിവ്, കുളത്തിൻ്റെ അന്തരീക്ഷവുമായി വേഗം പൊരുത്തപ്പെടാനും നാച്ചുറൽ ഫീഡ് കഴിച്ച് വേഗം വളരുവാനുമുള്ള കഴിവ് അതിനുണ്ട്. കൂടാതെ നല്ല വളർച്ചയ്ക്കുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് 15 ഡിഗ്രി സെൽഷ്യസിനും 35 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. എങ്കിലും മോണോസെക്സ് തിലാപ്പിയ 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലും അതിജീവിക്കും. ആൺ മത്സ്യങ്ങളെ മാത്രം വളർത്തുന്ന ഈ MST ഫിഷ് ഫാമിംഗ് എന്ന രീതി ഉണ്ടാവാൻ കാരണം പെൺ തിലാപ്പിയ മത്സ്യങ്ങളെ അപേക്ഷിച്ച് ആൺ മത്സ്യങ്ങൾ പെട്ടെന്ന് വളരുകയും പെട്ടെന്ന് വലിപ്പവും ഭാരവും വയ്ക്കുകയും ചെയ്യും എന്നതുകൊണ്ടാണ്. ആൺ തിലാപ്പിയ മത്സ്യങ്ങൾ കൈത്തീറ്റകളും മറ്റ് ഫ്ലോട്ടിംഗ് ഫീഡുകളും കഴിച്ച് പെട്ടെന്ന് വളരുന്നത് കൊണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ തിലാപ്പിയ കൃഷിയിൽ നിന്നും നല്ലൊരു വരുമാനം ഉണ്ടാക്കുവാൻ കഴിയും. നഴ്സറി പോണ്ടിലും സ്റ്റോക്കിംഗ് പോണ്ടിലും, അതായത് മെയിൻ പോണ്ടിലും 2 ഘട്ടങ്ങളിലായാണ് MST തിലാപ്പിയ കൃഷി ചെയ്യുന്നത്. നഴ്സറി പോണ്ട് ക്രമീകരിക്കുന്നതിനായി ആദ്യം നാച്ചുറൽ പോണ്ടിൽ, അതായത് നമ്മളൊരു നാച്ചുറൽ പോണ്ടിൽ എങ്ങനെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ പോണ്ടിൽ വെള്ളം മാറ്റി കുളം വൃത്തിയാക്കിയതിന് ശേഷം ചാണകം, യൂറിയ, കുമ്മായം എന്നിവ അടിത്തട്ടിൽ വിതറി കുളത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ മറ്റ് ജീവജാലങ്ങൾ കടക്കാത്ത വിധം ഫെൻസ് ചെയ്യേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് മുകളിൽ വല വിരിക്കുകയും ചെയ്യാം. ഒരാഴ്ചയ്ക്ക് ശേഷം വെള്ളം നിറയ്ക്കാം. വെള്ളം പച്ച കളറിലേക്ക് മാറുന്നത് കാണാം. അത് പ്ലവകങ്ങളുടെ വളർച്ച കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിനുശേഷം 3 മുതൽ 4 ആഴ്ച പ്രായമായ MST കുഞ്ഞുങ്ങളെ കുളത്തിലേക്ക് നിക്ഷേപിക്കാം. ആദ്യ 2 മാസം കുഞ്ഞുങ്ങൾക്ക് പ്രോട്ടീൻ ഏറെയുള്ള ഫീഡ് വേണം കൊടുക്കാൻ. മത്സ്യക്കുഞ്ഞുങ്ങളുടെ മികച്ച വളർച്ചയ്ക്ക് ഇത് കാരണമായി തീരും. സ്റ്റോക്കിംഗ് പോണ്ട് അഥവാ നമ്മുടെ ഈ നാച്ചുറൽ പോണ്ട്, അതായത് മെയിൻ പോണ്ട്, 2 മാസത്തിന് ശേഷം നഴ്സറി പോണ്ട് ക്രമീകരിച്ചതുപോലെ തന്നെ സ്റ്റോക്കിംഗ് പോണ്ട് ക്രമീകരിച്ച് വെള്ളം നിറച്ചതിന് ശേഷം 2 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ നഴ്സറി പോണ്ടിൽ നിന്നും ഈ മെയിൻ പോണ്ടിലേക്ക്, അതായത് നമ്മുടെ നാച്ചുറൽ പോണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ സ്റ്റോക്കിംഗ് പോണ്ടിലും നഴ്സറി പോണ്ടിലും നിക്ഷേപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ pH കൃത്യമായി ചെക്ക് ചെയ്തിരിക്കണം. മോണോസെക്സ് തിലാപ്പിയ 3 മുതൽ 4 മാസം കൊണ്ട് 200 ഗ്രാം മുതൽ 250 ഗ്രാം ഭാരം വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് മത്സ്യങ്ങളെ വിൽപ്പന ആരംഭിക്കാവുന്നതാണ്. കൊമേഴ്സ്യലായി MST ഫാമിംഗ് ചെയ്യുമ്പോൾ നല്ല വളർച്ചയ്ക്കും ശരീരഭാരം കൂട്ടുന്നതിനും പോഷക സമൃദ്ധമായ മത്സ്യത്തീറ്റ മത്സ്യങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. തിലാപ്പിയയ്ക്ക് തീറ്റ നൽകുന്നതിൻ്റെ അളവ് ഒരു ടേബിൾ രൂപത്തിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. MST ഫാമിംഗ് ഇപ്പോൾ കേരളത്തിലും പുറത്ത് നോർത്ത് വെസ്റ്റേൺ സംസ്ഥാനങ്ങളിലും കൂടി വരികയാണ്. നിങ്ങൾ MST ഫാമിംഗ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിൽ തിലാപ്പിയ മത്സ്യകൃഷി ചെയ്യുന്നവർക്ക് വിവിധ സബ്സിഡികൾ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അതിനായി നിങ്ങളുടെ ജില്ലയിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
അതോടൊപ്പം തന്നെ മറ്റ് ഫാമുകൾ നിങ്ങൾ സന്ദർശിക്കുകയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കർഷകരുമായി ചർച്ച ചെയ്യുകയും വേണം. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് തിലാപ്പിയ ഫിഷ് ഫാമിങ്ങിനെ കുറിച്ചാണ്. അതിൽ മോണോസെക്സ് തിലാപ്പിയ ഫിഷ് ഫാമിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മത്സ്യകൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. ഇനിയും ഫിഷ് ഫാമിങ്ങിനെ സംബന്ധിച്ച വീഡിയോസ് നമുക്ക് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.